Good night, Mr. Good night. We'll meet tomorrow in the club. Okay. സാർ ഇനി എന്തെങ്കിലും പോകാനില്ലല്ലോ? ഇല്ല. എന്നാ നമ്മളെ വണ്ടി കയറ്റി വെച്ചിട്ടോട്ടെ. ഓ കണ്ടോ, എന്നും രാത്രി 1 മണി 2 മണി വരെ പാർട്ടിയും ക്ലബും ഡിന്നറും. എന്നാ തിരിച്ചു വരുമ്പോ നമ്മുടെ വണ്ടി കയറും. അതില്ല, കണ്ണി കണ്ട കൂട്ടുകാരുടെ വണ്ടി കയറും. പിന്നാലെ എസ്കോർട്ടായിട്ട് ഉറക്കൊഴിക്കാൻ ഞാനും. എന്നാ പാർട്ടി തുടങ്ങി ശങ്കരൻകുട്ടി നീ പോയിക്കോന്ന് പറഞ്ഞാൽ നമ്മുടെ കാര്യമെങ്കിലും ഒന്ന്. ജി ജി. തന്നോട് പറഞ്ഞിട്ട് എന്താ കാര്യം? ജി ഗു അയ്യേ. എങ്ങനെയുണ്ട്? വണ്ടർഫുൾ. ആ ഇത് മാത്രല്ല, നീ അറിവിലുണ്ട്. ഇതിനെ കൊണ്ട് അകത്താക്കിട്ട് ആ റോബർട്ടിനെ കൊണ്ടുവാ. റോബർട്ട് ഓസ്ട്രേലിയയിൽ നിന്ന് കൊണ്ടുവന്നതാ. ഗ്രേറ്റ് ഡെയിൻ. കണ്ടാ പേടിയാവുന്നു. മൈ ലൈഫ് ഈസ് ഡെഡിക്കേറ്റഡ് ടു ദ ഡോഗ്. So, that's why I told you that Shelley is a poet of rather insensitive optimism, because when I explain to you these lines, you will also can understand the kind of reflection that is given in the lines, such as the feelings that the poet says out of it all. I do not tell that... എന്തോ മണി 8 കഴിഞ്ഞമ്മേ. ഞാൻ രാവിലെ 5:30 മണിക്ക് ഉണർന്നാ. രാവിലെ സംഗീതം കേട്ടുണരുന്നത് ഒരു രസമല്ലേ? അമ്മ എഴുന്നേറ്റുടൻ അമ്മ ഇങ്ങനെ ദേഷ്യപ്പെടരുത്. നമ്മുടെ ദേശഭക്തൻ KK കിടാവ് വന്നിട്ടുണ്ട്. അദ്ദേഹത്തിന് കേൾക്കാൻ ഞാൻ പാടിയതാണ്. അമ്മേ, ഗാന്ധിജിയുടെ തത്വങ്ങൾ അതേപോലെ ജീവിതത്തിൽ കൊണ്ടു നടക്കുന്ന ഒരു മാതൃകാ പുരുഷനാണ് ദേശഭക്തൻ. അമ്മ എന്നെ എന്ത് വേണമെങ്കിലും പറഞ്ഞോളൂ, പക്ഷെ അദ്ദേഹത്തെ അടിച്ചോടിക്കുന്നൊന്നും പറയരുത്. ആ ശരി. ഈ സംഗീതത്തെ Good morning, darling. Good morning. ഗുഡ് മോർണിംഗ് ഡാഡി. ഗുഡ് മോർണിംഗ് മാം. Morning. Good morning, Daddy. Good morning. Morning. Good morning, Parada. അച്ഛാ. Darling, ഇന്ന് ഉച്ചയ്ക്ക് ഞാൻ മിസ്സസ് ചെറിയാനെയും മിസ്സസ് മേനനെയും ബ്രിഡ്ജ് കളിക്കാൻ വിളിച്ചിട്ടുണ്ട്. They'll have lunch with me. Very good.
ഇന്ന് നൈറ്റ് ഡിന്നർ ഞങ്ങൾക്കൊക്കെ മേരി തോമസിന്റെ വീട്ടിലാണ്. എനിക്കിന്ന് ഡിന്നർ സീലോഡില ക്യാപ്റ്റൻ പിള്ളയുടെ വക. ഐ സി. അയാളുടെ മകൻ 9ാമത്തെ തവണ SLC പരീക്ഷ എഴുതി പാസ്സായിരിക്കുന്നു. അയാളത് സെലിബ്രേറ്റ് ചെയ്യാൻ പോകുന്നു. ആ എന്നല്ലേ സീലോടിയും തിരിച്ചു വരുമ്പോ എന്നെ കൂടെ പിക്കപ്പ് ചെയ്യാലോ? ഓക്കെ. താങ്ക് യു. മമ്മി ഞാൻ ഡിന്നറിന് വരില്ല കേട്ടോ. ഐ ഹാവ് ഗോട്ട് എ പ്രോഗ്രാം. എന്റെ ഫ്രണ്ട് ഉഷയുടെ ബർത്ത്ഡേ ആയിരുന്നു. രാത്രി ഞാൻ അവിടെ പോകും. ഓ യെസ്. ആ പ്രസന്റേഷൻ എന്തെങ്കിലും വാങ്ങിച്ചോണ്ട് പോണം. യെസ് മമ്മി. വിനു നിന്റെ പ്രോഗ്രാം എന്താണ്? ഏ? നീ എവിടെയെങ്കിലും പോകുന്നുണ്ടോന്ന്? ഇല്ല, ഞാൻ ഇവിടെ തന്നെ ഉണ്ടാവും. ഇവൻ മാത്രം എന്താ ഇങ്ങനെയായത്? ചേട്ടൻ നമ്മുടെ വീട്ടിൽ ജനിക്കേണ്ട ആളല്ല. അതെ, വല്ല നാട്ടിൻപുറത്തും ജനിക്കേണ്ടതായിരുന്നു. ഒരു മാനേഴ്സും അറിയില്ല ചേട്ടന്. എന്റെ ഫ്രണ്ട്സ് ഒക്കെ വന്നാലേ ഞാൻ ചേട്ടനെ പരിചയപ്പെടുത്താതിരിക്കുന്നത്. മൂപ്പര് ആദർശങ്ങൾ പറയാൻ തുടങ്ങും. ഒടുവിൽ നമ്മൾ ജമ്മുകയും ചെയ്യും. അതെ, ചെറുപ്പത്തിലേ ശ്രദ്ധിക്കാത്തതിന്റെ തകരാറാ. എപ്പോ നോക്കിയാലും ഈ ഹാർമോണിയം വെച്ചുള്ള പാട്ടും പിന്നെ വായനയും. ഇന്ന് ജോലിക്കുള്ള അപേക്ഷ ഒന്നും അയക്കാനല്ലേ സാറേ? ഇന്നത്തെ പേപ്പറിൽ ടൗണിലുള്ള ജോലികളെ പറ്റിയുള്ളൂ. എനിക്കത് ഇഷ്ടമല്ലല്ലോ. വാസ്തവം പറഞ്ഞ സാറിന്റെ സ്ഥിതി കാണുമ്പോൾ എനിക്ക് സങ്കടം തോന്നുക. വീടിന് വീട്, കാറിന് കാറ്, പണത്തിന് പണം, ബിസിനസ് നോക്കാനാണ് സ്വന്തം ഫാക്ടറി. ഇത്രയും സൗകര്യങ്ങളുള്ളപ്പോ സാർ ഇങ്ങനെ ജോലിക്ക് അപേക്ഷിക്കേണ്ട വല്ല കാര്യമുണ്ടോ? മനസ്സിന് ഇഷ്ടപ്പെട്ട ജോലി വേണ്ട ചെയ്യാൻ ശങ്കരൻകുട്ടി. പിന്നെ സാറിന് ഇപ്പൊ ജോലി ചെയ്തിട്ടുണ്ട് ജീവിക്കാൻ. എനിക്ക് കഴിയുന്നതും സ്വന്തം അധ്വാനം കൊണ്ട് ജീവിക്കാനാണ് ഇഷ്ടം. ഡിഗ്രി എടുത്തതും ജോലി കിട്ടാൻ സാധ്യതയുള്ള കോഴ്സൊക്കെ പാസ്സായതും അതിനുവേണ്ടിയാണ്. എന്നാലും ഒരു കുടുംബത്തിന് ഒരാൾ മാത്രം ഇങ്ങനെ ആയതാ എനിക്ക് മനസ്സിലാക്കാൻ പറ്റാത്തത്. അച്ഛനും അമ്മയ്ക്കും ഡിന്നറും ക്ലബ്ബ്, അനിയന് ഡിസ്കോ, അനിയത്തിക്ക് ക്രിക്കറ്റ്, ചേട്ടച്ചാർക്കാണെങ്കിൽ മഹാത്മാഗാന്ധിയുടെ കുറെ പുസ്തകങ്ങളും ആദർശങ്ങളും വാത്മീകവും. വാത്മീകമല്ല, ആത്മീകം. അത് തന്നെ ഞാൻ പറഞ്ഞേ. ഇത്രയ്ക്ക് ആയ നിലയ്ക്ക് വല്ല രാഷ്ട്രീയ പാർട്ടിയിൽ ചേർന്നിരുന്നെങ്കിൽ അതൊരു ഗുണായനെ. ഇത് അതുമില്ല. അല്ല, ഞാൻ അറിയാണ്ട് ചോദിക്കുക, ഈ ജീവിതത്തിന് എന്താ ഒരു സുഖമുള്ളൂ സാറേ? ശങ്കരൻകുട്ടിക്ക് അത് മനസ്സിലാത്തോണ്ട. ഈ പട്ടണത്തിന്റെ ചായം തേച്ച മുഖങ്ങൾ കണ്ട് ഞാൻ മടുത്തു. എന്നും ഒച്ചയും ബഹളവും ആത്മാർത്ഥയില്ലായ്മയും. എനിക്കിഷ്ടം ഗ്രാമത്തിന്റെ ശാന്തതയെ. പച്ചപിടിച്ച പാടങ്ങൾ, നിറഞ്ഞൊഴുകുന്ന പുഴകൾ, തണുത്ത കാറ്റ്. ആ ഒരു സുഖം വേറെ എവിടെ കിട്ടി ശങ്കരൻകുട്ടി? സാർ ഒരു തത്വം കേട്ടിട്ടുണ്ടോ? എന്താ? എറിയാനറിയുന്നവന്റെ കയ്യിൽ ദൈവം വടി കൊടുക്കില്ല എന്ന് വെച്ചാല്? വടി. ആ. അതായത് ദൈവം ആ. വടി എന്ന് വെച്ചാൽ ദൈവത്തിന്റെ വടി. ശങ്കരൻകുട്ടി. എന്തോ? ഞാൻ പോരാട്ടോ. എന്തോ? ഞാൻ എവിടെയായിരുന്നു? ഓഫീസ് പോകുന്ന സമയത്ത് കാറിനടുത്ത് വയ്ക്കണമെന്ന് പറഞ്ഞിട്ടില്ലേ? സാർ, ഞാൻ അവിടെ വിനയ സാറിന്റെ അടുത്ത്. വിനയ സാറിന്റെ അടുത്ത് സാറിന്റെ ഓരോ വണ്ടി എടുക്ക്. സാർ